ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺലിമിറ്റഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ക്രിസ്മസ് ഒക്കെ ആയല്ലോ. അപ്പൊ ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ തുടക്കക്കാർക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പമുള്ള ഒരു ചിക്കൻ കറി. അരക്കലും അരക്കലും ഒന്നും ഇല്ലാത്ത എളുപ്പമുള്ള ഒരു ചിക്കൻ കറി. അപ്പൊ എന്റെ റെസിപ്പീസ് കാണാം. നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ടിട്ട് എടുത്തിരിക്കുന്നത് ഒരു 1.5 കിലോ ചിക്കന് വേണ്ടിയിട്ട് ഒരു 4 സവാള വലുതായിട്ട് അരിഞ്ഞെടുത്തത്, അതുപോലെ തന്നെ ഒരു തക്കാളി, ഒരു 3 പച്ചമുളക് നെടുകെ കീറിയത്, പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഒരു പിടി കറിവേപ്പില കൂടെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആദ്യം തന്നെ തയ്യാറാക്കി വെക്കുക. ആദ്യം തന്നെ നമ്മൾ സ്റ്റൗ കത്തിക്കുക. സ്റ്റൗ കത്തിച്ചതിന് ശേഷം നമുക്ക് ഒരു വലിയ പാത്രം, ഒരു ഉരുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ എടുക്കുക. അതിലേക്ക് നമ്മളിപ്പോ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് 1 കപ്പ് അളവിൽ ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു 2 വലിയ ടേബിൾ സ്പൂൺ അളവിൽ കടുകിട്ട് അത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയ തീ വെച്ചിട്ട് വേണം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞടിച്ചു പിടിച്ചു പോവും. ചിക്കൻ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെറു തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് എല്ലാം കരിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ഒരു 6-7 അളവില് വറ്റൽമുളക് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. വറ്റൽമുളക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് 5-6 ചേർക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. സവാള നമുക്ക് മുഴുവനായിട്ട് തന്നെ മൊത്തത്തിൽ സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് സവാള ഇട്ട് കൊടുത്തതിന് ശേഷം അതിനെ നന്നായിട്ട് നമുക്ക് എണ്ണയുമായിട്ട് കൂട്ടി യോജിപ്പിച്ചു കൊടുക്കാം. സവാള പെട്ടെന്ന് ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഉപ്പ് കൂടി സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് സവാള പെട്ടെന്ന് ഒന്ന് വഴണ്ട് കിട്ടും. ഉപ്പ് ചേർത്ത് സവാള നന്നായിട്ട് ഇളക്കിയതിനു ശേഷം നമുക്കൊരു പാത്രം വെച്ച് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിക്കാന്. ഒരു 4-5 മിനിറ്റ് കൂടുമ്പോൾ അത് എന്ന് മൂടി തുറന്ന് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നല്ലൊരു ബ്രൗൺ കളർ ആയിരുന്നത് വരെ നമ്മൾ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ ഒരു കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് 3 പച്ചമുളക് നെടുകെ കീറിയിട്ട് കൊടുക്കുകയാണ്. അതുകൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അടുത്തതായി നമ്മൾ തക്കാളിയാണ് ചേർക്കാൻ പോകുന്നത്. ഒരു പഴുത്ത തക്കാളി വലുത് നെടുകെ കീറി വെച്ചിരിക്കുകയാണ്. ഇതില്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോയുടെ കച്ചപ്പ് സോസ് ആയാലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരു തക്കാളി കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ, വലിയ ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഓരോ പൊടികളും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അടുത്തായിട്ട് ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മുളക് പൊടിയും നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ ഒരു പച്ചമണം മാറുന്നവരെ എല്ലാ പൊടികളും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പൊടികൾ ചേർക്കുമ്പോൾ നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ചേർക്കാം. പൊടികളൊക്കെ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. 4.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു 3 മുതൽ 3.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അടുത്ത നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അടുത്തത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ മസാലയാണ് ചേർക്കാൻ പോകുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഏത് കമ്പനിയുടെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിൽ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കുക. നമ്മൾ ഈ ചിക്കന്റെ പൊടികൾ തയ്യാറാക്കുമ്പോൾ തന്നെ വെള്ളം തിളപ്പിക്കാൻ വെക്കണം. ആവശ്യത്തിന് എത്ര വെള്ളമാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെക്കുക. ഒരു 3/4 ലിറ്റർ വെള്ളമാണ് ഇപ്പൊ തിളപ്പിക്കാനായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത്. അത് കുറേശ്ശെയായിട്ട് പൊടിയിലേക്ക് ഒഴിച്ച് എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കാതെ ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് പൊടി ഒന്ന് കുറുക്കിയെടുക്കുക. കുറുക്കിയെടുത്തതിന് ശേഷം ബാക്കി വെള്ളം എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ ചിക്കന്റെ ഗ്രേവി പോലെ നമ്മൾ ഇത് റെഡിയാക്കി വന്നിട്ടുണ്ട്. അടുത്ത നമ്മൾ ഇതിലേക്ക് ചിക്കൻ ചേർക്കാൻ പോവാണ്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അതിൽ പൊടികളോ മസാലകളോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം മാത്രമേ നമ്മൾ ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കത്തുള്ളൂ. അപ്പോഴത്തെ ചിക്കൻ മൊത്തത്തിൽ അതിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പെരട്ടി എടുക്കാം.
ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ട് പെരട്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലെ നന്നായിട്ട് പെരട്ടി ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പൊ നമ്മൾ ലോ ഫ്ലെയിമിൽ നിന്ന് ഹൈ ഫ്ലെയിമിലേക്ക് തീ മാറ്റുക. ഇനി നമുക്ക് ചിക്കൻ വെന്ത് ഇറക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെക്കാം. അതിന്റെ ഇടയ്ക്ക് ഓരോ തവണ നമ്മൾ മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കും. അപ്പൊ ഇളക്കി കൊടുക്കുക, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെക്കുക. ആദ്യം നമ്മൾ സവാള വഴറ്റിയ സമയത്ത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിൽ കൂടെ ഉപ്പ് ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കുകയാണ്. ഇത് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ് ചേർത്തിട്ട് നമ്മൾ അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നന്നായിട്ട് വേവിക്കാൻ വെച്ച് ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഒരു പിടി കറിവേപ്പില കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കുക. കറിവേപ്പില ലാസ്റ്റേ ചേർക്കാവൂ, എങ്കിലും അതിന്റെ ഒരു മണവും രുചിയൊക്കെ അതിന് കിട്ടത്തുള്ളൂ. അങ്ങനെ ഫൈനലി നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ വളരെ എളുപ്പത്തിൽ വലിയ അലങ്കാരപ്പണികളൊന്നും ഇല്ലാതെ നമുക്ക് ഇവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ.